കരയല്ലാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി. പ്രിയ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ശുദ്ധാർത്ഥരായ കുടുംബാംഗങ്ങളെ, ഈശോയ്ക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ, തൻ്റെ പരമപിതാവിൻ്റെ ഭക്തിക്ക് ഇഹലോക ജീവിതത്തിന് ശേഷം കടന്നു പോകുമ്പോൾ ഈശോ ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, അവിടുത്തെ ഈ ഭൂമിയിൽ അങ്ങേൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്നതിനെ മഹത്വപ്പെടുത്തി. ആകെ പിതാവേ, എനിക്ക് അവിടുത്തെ സന്നിധിയിൽ മഹത്വം നൽകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി തനിക്ക് ദൈവം നിശ്ചയിച്ച 53 വർഷം ധന്യമായ, സുഹൃതസമരമായ 53 വർഷം ധന്യമായി പൂർത്തീകരിച്ച് ഈ ഇടവക സമൂഹത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്ന പ്രിയങ്കരിയായ യേശുക്ക് അന്തിമോചനം അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവരുടെ കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും ആദരവും അനുശോചനം അറിയിക്കുവാനാണ് നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുക. ആയിരക്കണക്കിന് ആളുകളാണ് യേശുയെ വീണ്ടും കാണുവാനായിട്ട് വന്നത്. നന്മയുടെ ഇടതലമായി, അതുപോലെ തന്നെ ശാരീരികതയുടെ ആഭരണമായി 53 വർഷം ഈ ഭൂമിയിൽ കൂടിയിട്ട അവരുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും ജീവിതശൈലികളും ഒക്കെ നമ്മുടെ മനസ്സിൽ നന്മയുടെ ഓർമ്മകളാണ് അവശേഷിപ്പിച്ചിരിക്കുക. ചവറാട്ട് കുടുംബത്തിൽ പ്രിയപുത്രിയായി ജനിച്ച് പഠിച്ച് മിടുക്കിയായി വളർന്നു വന്നപ്പോൾ വിവാഹം വഴി ചട്ടങ്ങൾ കൊടുത്ത ജോഷുവയുടെ ഭാര്യയായി, പിന്നീട് ഷായുവിൻ്റെയും മഞ്ജുവിൻ്റെയും ജോലിയുടെയും അമ്മയായി 53 വർഷം പൂർത്തിയാക്കിയാണ് ഈ ലോകത്തു നിന്നും ജെസ്സി കടന്നു പോകുന്നത്. ജനിച്ച വീട്ടിലും വന്നു കയറിയ വീട്ടിലും എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. ഈ ഇടവകയും നാട്ടുകാർക്കും ജെസ്സിയെക്കുറിച്ച് അറിയാം. ഒരു തുറന്ന പുസ്തകം, സ്ത്രീത്വത്തിൻ്റെ മഹത്വവും മാതൃത്വത്തിൻ്റെ വലുപ്പവും ഭാര്യാപദവിയുടെ ശ്രേഷ്ഠതയും അവളിൽ സമയത്തായി സംഘടിച്ചിരുന്നു. ഒരു കുറവും പറയുവാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയത്തിൻ്റെ നന്മയിൽ നിന്ന് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്താണ് തൻ്റെ ജീവിതം ജെസ്സി പൂർത്തീകരിക്കുന്നത്. പിതാവായ ദൈവം അബ്രാഹത്തോട് ഒരിക്കൽ പറഞ്ഞു: നീ നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും ഇട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുമായിരുന്നു.
കെട്ടുപോകുന്നു ദരിദ്രങ്ങളെ വിട്ട് ഒരിക്കൽ ദൈവം കാണിച്ചിരുന്ന ദൈവത്തിൻ്റെ നാട്ടിലേക്ക് സമർപ്പയുടെ നാട്ടിലേക്ക് അഴുതും മരണവും ഇല്ലാതെ ജീവൻ കഴിയുന്ന നാട്ടിലേക്ക് വന്നു പോയവരാണ്. അങ്ങനെ യേശുവിന്റെ ജീവിതം പൂർത്തീകരിക്കുമ്പോൾ ഇപ്രകാരം ദൈവം നിശ്ചയിച്ച വഴിയിലൂടെ ദൈവം കാണിച്ചു തന്ന മാർഗത്തിലൂടെ ദൈവം കൊടുത്ത പ്രചോദനത്തിലൂടെയാണ് കടന്നുപോയതെന്ന് യേശു ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതം ദൈവത്തിനുള്ളതാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം അവർക്കപ്പെടട്ടെ എന്നാണല്ലോ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഇത് മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. ഈ ഭൂമിയിൽ ജനിക്കുവാൻ അവകാശമില്ലാതിട്ട് ദൈവം സൗന്ദര്യവും ആരോഗ്യവും കഴിവും ബുദ്ധിയും ഒക്കെ നൽകി ഈ ഭൂമിയിൽ ജന്മം നൽകി. പിന്നീട് ദൈവത്തിന്റെ വരുമാനങ്ങളുടെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ദൈവം നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ നടന്നു വീണ്ടും ദൈവത്തിലേക്ക് പോവുകയാണ്. നമ്മെ സംബന്ധിച്ച് ഭൂമി ഒരു ഇടത്താവ് മാത്രമാണ്. നമുക്ക് രണ്ട് പൗരത്വമുണ്ട്. ഭൂമിയുടെ പൗരത്വവും സ്വർഗത്തിന്റെ പൗരത്വവും. അതാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. വേദപാഠക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരെങ്കിലും സൃഷ്ടിച്ചു, ദൈവം സൃഷ്ടിച്ചു. എന്തിനും സൃഷ്ടിച്ചു? തന്നെ അറിയിച്ച് തന്റെ കർത്തവ്യം പാലിച്ച് അവസാനം ദൈവത്തിലേക്ക് എത്തുവാൻ വേണ്ടിയാണെങ്കിലും അതെ, അങ്ങനെയാണ് യേശു ജീവിച്ചത്. ഞാൻ പറയാതെ തന്നെ നമുക്ക് ഓരോരുത്തരും പറയാം യേശുവിയ പ്രകാരമായിരുന്നു. അങ്ങനെ ഈ ജീവിതത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് കടന്നുപോവുകയാണ്. അവിടെ നന്മയാണ് എല്ലാവരും എടുത്തു പറയുന്നത്. യേശുവിന്റെ ശാരീരിക സൗന്ദര്യം ഭാഗ്യമായും ആന്തരികമായും പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും യേശു സുന്ദരിയായിരുന്നു. തിരികെ കീഴടങ്ങാതെ നിർത്തിയില്ല. പക്ഷേ ഈ ഭൂമിയിൽ അവൾ അടയാളപ്പെടുത്തിയ എല്ലാ ജീവിത പ്രവർത്തനങ്ങളും ദൈവത്തിന് പ്രീതികരമായതെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ഒരു കുടുംബത്തോടെയായ എനിക്ക് പറയുവാൻ സാധിക്കും. അങ്ങനെ 53 വർഷമേ ഭൂമിയിൽ ജീവിച്ചുള്ളവരെയും തന്റെ ആയുകാലത്ത് അധ്വാനത്തിലൂടെ സ്വയം വിശദീകരിക്കുകയും മക്കളെ കൊല്ലി വളർത്തി ഭർത്താവിനെ ശുശ്രൂഷിച്ച് സ്വയം വിശദീകരിക്കപ്പെടുകയും 3-4 വർഷമായിട്ട് ഈ രോഗാവസ്ഥയിൽ അതും സ്വയം വിശദീകരിച്ച് സംതൃപ്തിയോടെ സമാധാനത്തോടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ ഭൂമിയിൽ നിന്നും ജെസ്സി കടന്നുപോകുന്നത്. ജെസ്സിയിൽ നിന്നും നമുക്ക് ഒത്തിരി പഠിക്കുവാനുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവരുടെ ശാന്തതയും സൗകര്യവും സ്നേഹവും വിശ്വസ്തതയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ സ്നേഹവും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ജെസ്സി കടന്നുപോകുമ്പോൾ പ്രിയപ്പെട്ട മക്കൾക്കും ഭർത്താവിന് നിൽക്കുന്നുണ്ട്. അവളുടെ നാഥന്മാർക്ക് അവരുടെ പൊന്നാണ് കാരണം ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവളുടെ ജ്യേഷ്ഠത്തെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജ്യേഷ്ഠത്തെയായി അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ജെസ്സി പ്രവർത്തിച്ചത്. ഒരു കുറവും ഒട്ടും ജെസ്സി മുഖാൻ സാധിക്കുകയില്ല. അങ്ങനെ ഭൂമിയുടെ ജീവിതം സംതൃപ്തമാക്കിയാണ് ഇവിടെ കടന്നു പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഓരോ കാലവും നമ്മെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എവിടെയോ ഒരു കവിതയെ വായിച്ചു, കാരണം എല്ലാ അലങ്കാരികൾക്കും അഹങ്കാരങ്ങളുമുള്ള കുട്ടിക്കലാശത്താണ് കവിത. എല്ലാ അലങ്കാരികൾക്കും എല്ലാ അഹങ്കാരങ്ങൾക്കുമുള്ള കുട്ടിക്കലാശം. നമ്മുടെ ജീവിതം അതാണ്. നമ്മൾ എന്താണ് പോയിട്ട് നമ്മൾ തെഞ്ഞുപോകുന്നത്. അലങ്കാരത്തിലും ആഡംബരത്തിലും അഹങ്കാരത്തിലും പോകുമ്പോൾ ഒരു കുട്ടിക്കലാശം മാത്രമേ ജീവിതമുള്ളൂ. മരണമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഓരോ ഘട്ടവും പഠിപ്പിക്കുന്നുണ്ട്. ആ ജീവന്റെ സമൃദ്ധിക്ക് വേണ്ടിയാണ് ജെസ്സി ഇന്ന് ഈ ലോകം വിട്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് കൃപയിലേക്ക് അവർക്ക് കൃപ കൊടുക്കാൻ വേണ്ടിയാണ്. കൃപയ്ക്ക് മേൽ കൃപ. സത്യത്തിൽ ഈ ഭൂമിയിൽ ജെസ്സിക്ക് എല്ലാ കൃപയും ദൈവം കൊടുത്തിരുന്നു. അവർക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു, നല്ല ഭർത്താവിനെ കിട്ടി, 3 നല്ല മക്കളെ കിട്ടി, അതുപോലെ തന്നെ നല്ല ബന്ധങ്ങളും 2 കുടുംബവും ചവറാണ്ട് കുടുംബം ശക്തികൾക്കും അവർക്ക് ദൈവം കൃപ കൊടുത്തു. പക്ഷേ ദൈവത്തിന് ആഗ്രഹമുണ്ട് നമുക്ക് കൃപയ്ക്ക് മേലെ കൃപ കൊടുക്കണമെന്ന്. ആ കൃപയ്ക്ക് മേലെയുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ നിന്നും ജെസ്സി കടന്നു പോകുന്നത്. 53 വർഷം അടയാളപ്പെടുത്തിയ നല്ല നാളുകളിൽ ജെസ്സി എൻ്റെ കൂടെയുണ്ട്. വെളിപാട് പുസ്തകം വായിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ കടന്നു പോകുമ്പോൾ നീ നടത്തിയ അധ്വാനങ്ങളും പ്രയത്നങ്ങളും നിന്റെ പ്രാർത്ഥനകളും നിന്റെ വിശ്വാസത്തിന്റെ കൂടെയുണ്ട്. ജനിച്ചപ്പോൾ മുതൽ ആരെ വിശ്വസിച്ചു, ജനിച്ചപ്പോൾ മുതൽ ആരോട് പ്രാർത്ഥിച്ചു, ജനിച്ചപ്പോൾ മുതൽ ആരോട് ശരണപ്പെട്ടു, ആ ദൈവത്തിലേക്കാണ് കടന്നു പോവുക. തീർച്ചയായും കാരണം ദുഃഖകരമാണെങ്കിലും ഈ ദുഃഖം വെറും നൈമിഷികമാണ്.
കാരണം ചെക്കൻ്റെ കുടുംബത്തിൽ ഈ ജെസ്സി ഒരു മധ്യസ്ഥയാണ്. അവളുടെ നന്മ വിശുദ്ധിയാക്കി അവളെ തീർത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ജെസ്സി കണ്ടുപോകുമ്പോൾ തീർച്ചയായും ഈ ഭൂമിയിലെ സകലവും വേദനയും അവൾ അനുഭവിച്ചു, മറ്റുള്ളവരെ ശുശ്രൂഷിച്ചു, മാതൃത്വം കാണിച്ചു കൊടുത്തു. ശാരീരികതയോട് ജീവിത ശൈലിയായിരുന്നു. അങ്ങനെ സമ്പന്നമായ സുഹൃത്തസമ്പന്നമായ ഈ ജീവിതം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നിനക്കൊരു നല്ല ഭാര്യയെ കിട്ടി എന്ന് നീ സന്തോഷവാനാണ്. അതുപോലെ തന്നെ ജോയിക്കും മഞ്ജുവിനും ഷാനുവിനും ഒക്കെ തീർച്ചയായിട്ടും ഒരു നല്ല അമ്മയെ കിട്ടി. അമ്മ ഒരു ദേശീയക്കാരനകത്ത് പോയെങ്കിലും ഈ ഭൂമിയിൽ നല്ലൊരു അമ്മയെ കിട്ടി. ഇനി അമ്മ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്കൂടെ മാധ്യസ്ഥം വയ്ക്കും. ഇതിനപ്പുറത്തൊന്നും നമുക്ക് ചിന്തിക്കുവാനില്ല. പരമില്ലാத പക്കലേക്ക് ബോധപീശ്വരത്തിലെ ആകിയ പിതാവെ അവിടെ തന്നെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ഈ പുണ്യപുത്രി ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ മാർഗം നമുക്ക് യാത്രയിരിക്കാം. മലാഖമാരുടെ നാട്ടിലേക്ക് വിശുദ്ധിയോടെ ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് യാത്രപ്പെടുന്ന ഈ മകൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. മകളുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഇവിടെ നല്ലവളായിരുന്നു, എല്ലാവർക്കും നല്ലവളായിരുന്നു. അവിടെ സ്വർഗത്തിലും അവിടെ പ്രിയപ്പെട്ടവളാണ്. പറഞ്ഞതുപോലെ ഞാൻ സ്വർഗത്തിൽ നിന്ന് പ്രോത്സാഹപുഷ്പങ്ങൾ വർഷിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ തീർച്ചയായും ജെസ്സിക്ക് സ്വർഗത്തിൽ നിന്ന് അവളുടെ മാതൃത്വ ശക്തി വഴിയായിട്ട് ശക്തി കുടുംബത്തെയും സമ്രാട്ട് കുടുംബത്തെയും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കും. പ്രിയ ജെസ്സി, നിന്നോടുള്ള എല്ലാവരുടെയും സ്നേഹം അതാണല്ലോ ഈ ജനക്കൂട്ടം. നിന്നോടുള്ള വലിയ സ്നേഹമാണ് ഞങ്ങൾക്ക് ആകെ നൽകുവാനുള്ളത്. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജീവനും അനുഭവം വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കബറിടം ഒളിച്ചിട്ടും അതിലുള്ളവരോ നാഥന് പുകഴ് പാടും. ചെറിയവരും വലിയവരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താരനുമേവം സുതരം പ്രോഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അയയ്ക്കുന്നു. സത്യവിശ്വാസത്തിലൂടെ ഈ ലോകം കൊണ്ടുവരുന്ന നമ്മുടെ സഹോദരി ജെസ്സിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സഹോദരി പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടിയാണ് തന്റെ വലതുഭാഗത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണനയാണ് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർണ്ണങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർണ്ണങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണം. ഉത്ഥാനോദ്ദേശികളെ മനുഷ്യരെ എന്തുകൊണ്ട് നാം ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായിരിക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ,
പരിശുദ്ധ കുർബാനയെ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസനമാർ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം നിന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സമാധാനമേ ശിശുജീവനാകെ മനഃശേഷം എന്റെ രക്ഷയാകെ വാഴ്ത്തപ്പെടാനാകട്ടെ. ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവരമൃതിതം ചങ്ങലയേവം സ്വർഗ്ഗമണഞ്ഞോ അജതുരനിയും ജയരാളിതനായി വരുമീ ധരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടി. വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. മരണത്താൽ